ഹലോ, വെൽക്കം ബാക്ക്. ഹെവിക്കുളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഒരു പ്രത്യേക സെറ്റപ്പിലുള്ള സാധനം തന്നെയാണ്. നമുക്ക് ലൈലാൻഡിൻ്റെ ചീറ്റയിൽ ടൈഗർ കോച്ചിൽ പണിതിട്ടുള്ള ബസ്സാണ്. ബസ് ഫുള്ളായിട്ട് AC ചെയ്യാനാണ്. അതും പ്രത്യേകതയുണ്ട്. ഹൈബ്രിഡ് ഇലക്ട്രിക്കലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ AC ഇടാം നമുക്ക്. അപ്പോൾ നമുക്ക് ട്രക്കിൽ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒന്നുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് വീഡിയോയും കൂടിയിട്ടാണ് ഇത് നിലവിൽ. അപ്പോൾ നമുക്ക് കാസർഗോഡ് ബദിയടുക്ക റൂട്ടിൽ ഓടുന്ന ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ടീം അതിൻ്റെ ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പരിപാടികൾ ഒരുവിധം ചെയ്തിട്ടിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോഡിയുടെ ടോപ്പിലും സൈഡിലും എല്ലാം ഇൻസുലേറ്റർ മെറ്റീരിയലൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കരൂർ ടൈഗർ കോച്ചിലാണ് അതിൻ്റെ ബോഡി ബിൽഡിങ് പരിപാടികളെല്ലാം നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇങ്ങോട്ട് വരികയായിരുന്നു നമ്മൾ. അതിപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മുടെ ബാക്കി ഫിറ്റ്മെൻറ്റും പരിപാടികളെല്ലാം നടക്കുന്നതാണ് ബാക്കി നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ടോപ്പിൽ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നിലവിൽ. ഇനിയിപ്പോൾ അതിലേക്ക്, അതായത് കംപ്രസർ, കണ്ടൻസർ, ACയുടെ ഒരുവിധം ഒരു 90% സാധനങ്ങളെല്ലാം റൂഫ് ടോപ്പിന് മേലെയാണ് വരുന്നത്. നോർമലി നമുക്ക് സാധാരണ ACയുടെ പോലെയല്ല. സാധാരണ ബസ്സിൻ്റെ AC എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കംപ്രസർ ഉണ്ടാവും എഞ്ചിനുമ്പോൾ തന്നെ. എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് എടുത്തിട്ട് ആ AC വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങൾക്കും സെപ്പറേറ്റ് ഒരു അൾട്ടർനേറ്ററും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊരു ഹെവി സിസ്റ്റമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോഡ് ഇടും. അതായത് എഞ്ചിൻ ഒരു 1000 to 1200 RPM എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ AC ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പഴയ കൺസെപ്റ്റ് അതാണ്. എനിക്ക് തോന്നുന്നു ഒരു 80 വർഷത്തേക്ക് ഇപ്പുറമുള്ള കൺസെപ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബാറ്ററി 180 AHൻ്റെ 4 ബാറ്ററിയും അത് ചാർജ് ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്ററുമാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ വൈറ്റ് കളറിൽ വരുന്നത് കമ്പനി വരുന്ന 2 ബാറ്ററിയാണ്. ബാക്കി ബ്ലാക്ക് കളറിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന ബാറ്ററിയാണ്. അത് 180 AHൻ്റെ 4 ബാറ്ററി അത് ചാർജ് ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്ററാണ് നമുക്കുള്ളത് ആകെ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്ത് നമ്മുടെ ബാറ്ററിക്ക് ഉള്ള ചാർജിങ് നടക്കും. അതായത് നമ്മുടെ യൂണിറ്റ് ഒരു 6 യൂണിറ്റാണ് നമുക്ക് അതിനകത്ത് നോർമലി ആ വലിയ യൂണിറ്റിൽ വരുന്നത്. നമ്മൾ ഡ്രൈവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു യൂണിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻ ബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോഡ് ഭയങ്കരമാണ്. ടൂറിസ്റ്റ് ബസ്സിനെ ഇതിനൊക്കെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് കൂടുതലാണ്. അതുകൂടാതെ ഡ്രൈവർ ഭാഗം നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ല. നോർമലി ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഡ്രൈവർ ഭാഗം പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ചെയ്യണതിൻ്റെ മെയിൻ ഉദ്ദേശം, അതായത് നമുക്ക് എൻജിൻ റൂമിൽ നിന്നുള്ള ഹീറ്റും പുറമേ നിന്നുള്ള എയർ കയറലും കൂടുതലായിരിക്കും ഈ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയായിരിക്കും പാസഞ്ചർ സൈഡിൽ നിന്നുള്ള ഡോറ് വരുന്നത്. ഒരു കാരണവശാൽ ഹോട്ട് എയറോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എയറോ നമുക്ക് ഇതിനകത്ത് അകത്തേക്ക് കയറില്ല. അങ്ങനത്തെ ഒരു ഇൻസുലേഷൻ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നതാണ് പാർട്ടീഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് യൂണിറ്റ് പെട്ടെന്ന് നടക്കും. അപ്പോൾ അതിലേക്ക് നേരെ ഡബിൾ ലോഡാണ് നമുക്ക് ബസ്സിൽ വരാം. ലോക്കൽ ബസ് ആയതുകൊണ്ട് തന്നെ ആര് കൈ കാണിച്ചാലും നിർത്തും, 2 ഡോറും തുറക്കും. പിന്നെ എഞ്ചിൻ റൂമിൽ നിന്നുള്ള ചെറിയ ഹീറ്റ് എന്തായാലും വരും. കാസർഗോഡ് ബന്ദടുക്ക റൂട്ടിൽ ഓടുന്ന ശ്രീകൃഷ്ണ ബസ്സിൽ കയറാൻ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. ഇപ്പോൾ അതിനൊരു കാരണമുണ്ട്, നോക്കാം. കാസർഗോഡ് നഗരത്തിൽ നിന്ന് മലയോര ഗ്രാമമായ ബന്ദടുക്കയിലേക്കും തിരിച്ചുമാണ് ശ്രീകൃഷ്ണ ബസിന്റെ യാത്ര. ലോക്കൽ ബസ്സാണെങ്കിലും സൗകര്യങ്ങൾ അത്ര ലോക്കൽ അല്ല. പരിസ്ഥിതി സൗഹൃദമായ ഹൈബ്രിഡ് AC ബസ്സാണിത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് പുതിയ വണ്ടി ഒരു പെർമിറ്റ് അടക്കെടുത്ത്. അപ്പം ഞാൻ തന്നെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് മാർച്ച് ഏപ്രിൽ സമയത്ത് നല്ല വെയിലും നമുക്ക് ഇത്ര പോലെ ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ പാസഞ്ചർ എങ്ങനെയായിരിക്കും ഇത് തരണം ചെയ്യുന്നതെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് പിന്നെ വണ്ടി ഒന്ന് എങ്ങനെ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയത്. ശീതീകരിച്ച ബസ്സായതിനാൽ യാത്രക്കാർ ഹാപ്പി. നല്ല ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ ഒരു AC ബസ് ഉള്ളത് നല്ലതായിരുന്നു. സ്ഥിരം ഇതിൽ തന്നെ പോകുന്നത് നല്ല യാത്ര, നല്ല AC ആയതുകൊണ്ട് ഏറ്റവും നല്ല യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട്. നല്ലതാ നമ്മുടെ നാട്ടിൽ ചൂട് സമയത്ത് AC ഒക്കെ ബസ്സൊക്കെ വന്നാൽ നല്ല കാര്യമല്ലേ. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഹൈബ്രിഡ് AC ഉണ്ടെങ്കിലും ലോക്കൽ ലൈനിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ ഇങ്ങനെയൊരു ആശയം ആദ്യമാണെന്ന് ഉടമ. എഞ്ചിനിന് ഡൈനാമോ വെച്ചിട്ട് സെപ്പറേറ്റ് ബാറ്ററിയിലേക്ക് ബസ് റണ്ണിങ്ങിൽ ഓടുന്നതിനനുസരിച്ച് അത് ചാർജ് ആവുന്നു. ആ ചാർജിൽ നിന്ന് ACക്കുള്ള പവർ കൊടുക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ശരീരവും മനസ്സും തണുത്തുള്ള യാത്രയ്ക്ക് ഇപ്പോൾ ആരാധകരുമേറെ. ഞാനിപ്പോ കുറേ സ്ഥിതിയിൽ തന്നെ വരുന്നത്, ചൂടില്ലാതെ നല്ല AC കൊണ്ട് പോകാമല്ലോ. ഈ 2 മണിക്കൂർ ഈ അത്യുഷ്ണത്തിൽ യാത്ര ചെയ്യാന്ന് വെച്ചാൽ വലിയ റിസ്ക് ആണ്. പ്രത്യേകിച്ചിട്ട് ലാഭനഷ്ടം നോക്കാണ്ട് ഇതിന്റെ ഉടമ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്ത് എന്തായാലും നല്ലതായിട്ടാണ് തോന്നുന്നത്. 6.5 ലക്ഷം രൂപയാണ് ബസ് ശീതീകരിക്കാൻ അധിക ചെലവായത്.
അധിക നിരക്കില്ലാതെ AC ബസ്സിൽ സുഖകരമായി സഞ്ചരിക്കാൻ കഴിയുന്ന സന്തോഷത്തിലാണ് യാത്രക്കാർ. ശ്രീകൃഷ്ണ ബസ്സിൽ നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. നമുക്ക് ശരിക്കും ഈ സിസ്റ്റത്തിൽ ഫ്യൂവൽ കോസ്റ്റ് 0 തന്നെയാണെന്ന് തന്നെ പറയാം. നമുക്ക് ആകെ ഒരു ആൾട്ടർനേറ്റർ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ചിലർ ഒരു ആൾട്ടർനേറ്റർ നല്ല ലോഡ് എടുക്കില്ലേ എന്നൊക്കെ പറയും. ആൾട്ടർനേറ്റർ വളരെ ലോഡ് കുറച്ച് തന്നെ എടുക്കുള്ളൂ. അത് മാത്രമല്ല, വണ്ടിയുടെ ഫുൾ ഡോറുകൾ തുറന്ന് കൊടുക്കും. നോർമലി ഗ്ലാസ്സുകൾ തുറന്ന് കൊടുക്കുമ്പോൾ വണ്ടിക്ക് നല്ല രീതിയിൽ ബാക്ക് പ്രഷർ വരും. അപ്പോൾ മൈലേജ് കുറയുള്ളൂ അങ്ങനത്തെ കേസിൽ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഗ്ലാസ് കയറ്റിയിടുമ്പോൾ, മീൻസ് ഫുൾ ഗ്ലാസ്സിൽ അടഞ്ഞ് കിടന്ന് നമ്മൾ വണ്ടി ഓടുമ്പോൾ നമുക്ക് ബാക്ക് പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എയറോഡൈനാമിക് ഡിസൈൻ, ഇപ്പോഴത്തെ രീതിയിൽ വരുന്ന എയറോഡൈനാമിക് ഡിസൈൻ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ബാക്ക് പ്രഷർ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും മൈലേജ് കൂടാണ് ചെയ്യുക. അപ്പോൾ AC ഇട്ടുകൊണ്ട് മൈലേജ് ഡ്രോപ്പല്ലേ, മൈലേജ് കൂടാണ് ചെയ്യുക, ഒരു കാരണവശാലും കുറയല്ല ചെയ്യുക. ഇപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ ലോഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ലോഡ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ആൾട്ടർനേറ്ററിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ ലോഡ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ലോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് ഡ്രോപ്പല്ല, ഒരു കാരണവശാലും ഡ്രോപ്പ് ആവില്ല. അപ്പോൾ ഇന്ധന ചിലവില്ല എന്ന് തന്നെ നമുക്ക് തന്നെ പറയാം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.